നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം ഏട്ടത്തിക്ക് അവളോട് ദേഷ്യമായിരിക്കുമെന്ന്. അതൊക്കെ മറന്ന് ഏട്ടത്തിക്ക് അവളൊന്ന് സഹായിച്ചൂടെ? ഏട്ടത്തിയോട് പറയേണ്ടെന്നും അവൾ ചെയ്ത തെറ്റുകളൊന്നും ഏട്ടത്തിക്ക് ക്ഷമിക്കാനാവില്ലെന്നും അതുകൊണ്ട് സഹായിക്കില്ലെന്നും എനിക്ക് ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തി സഹായിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഏത് പയ്യനെ കൊണ്ടാ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നേ? അത് അനക്കൊക്കെ അറിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ബന്ധത്തിനോട് ഒരു താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞത്. ഒരു വിവാഹാലോചന വന്നു. പയ്യൻ ആരാണെന്നും കുടുംബം ആരാണെന്നും അനക്കയ്ക്ക് അറിയില്ല. ഒന്ന് പരസ്പരം രണ്ടുപേരും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് അനക്ക് പറയുന്നതെന്ന് നീ അവളോട് ചോദിച്ചില്ലേ? സഹായിക്കണമെന്ന് പറഞ്ഞാ ഇതൊന്നും അറിയാതെ എങ്ങനെ സഹായിക്കും? ഏട്ടത്തി എന്നെ അവളോട് ഒന്ന് സംസാരിക്കുക. അപ്പോ അറിയാലോ അല്ല. ഏട്ടത്തി വല്ലാത്ത വിഷമത്തിലാണ്. ഏട്ടത്തി ഒന്ന് സംസാരിച്ചാൽ അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഞാൻ ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തനിക്കറിയാവുന്നൊക്കെ താൻ ഏട്ടത്തിയോട് പറയും. കാലിൽ വീണ് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇല്ലാതാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്നോട് ക്ഷമിക്കണം. ആദരെ പോലെയോ സ്നേഹയെ പോലെയോ ഇനി എന്നെ കാണാനാവൂ അർച്ചനേട്ടത്തേക്ക്? ഇനിയെന്നല്ല, എപ്പോഴും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ ചെയ്ത തെറ്റുകള് നീ സ്വയം ചെയ്തതല്ലെന്നും എനിക്കറിയാം. ദേഷ്യങ്ങളെല്ലാം അപ്പ തീർക്കുന്നല്ലാതെ വലിയൊരു പകയായി മനസ്സിൽ സൂക്ഷിക്കൊന്നുമില്ല ഞാൻ. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഏട്ടത്തെ മറക്കണം. ഇനി നന്നായി ജീവിക്കാനും സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം കഴിയാനുള്ള ഒരു അവസരം എനിക്ക് തരണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. വഴക്കും അടിയൊന്നും ഇല്ലാതെ സ്വയം മനസ്സിലാക്കി തന്നെ നീ ഓരോന്നും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നീ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കില്ല എന്ന് പറയുന്നേ? നീ ഇരിക്ക. സന്ദീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്നെന്താ അവന്റെ അടുത്ത് നിനക്കൊരു വിവാഹം ആലോചിക്കാൻ കാരണം? ചേച്ചിയുടെ ഒരു പരിചയക്കാരനാ. എന്തോ കമ്മിറ്റ്മെന്റിന്റെ പേരിലാണെന്നാ പറഞ്ഞത്. നീ അയാളെ കണ്ടിട്ടില്ലേ? നിനക്കറിയോ ആരാണെന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടത്തെ. എനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. പക്ഷേ അത് പോട്ടെ. നിനക്കറിയാവുന്ന ആളായിട്ടും നീ എന്താ അത് ഒരു തരത്തിലും വേണ്ടെന്ന് പറയുന്നേ? അവനൊരു ക്രിമിനലാ ഏട്ടത്തെ. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? എന്റെ ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ചോ എന്റെ സന്തോഷത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നത് പോലും ഇല്ലെന്നുള്ളതാ സത്യം. ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാ വലുത്. അതിൽ എന്റെ ജീവിതം എങ്ങനെ പോയാലും ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടാവും. എനിക്കറിയാം ചേച്ചിയുടെ കെയർ ഓഫില എന്റെ ഇവിടുത്തെ ജീവിതം. അതൊക്കെ മറന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ട്.
അതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റില്ല ഏട്ടത്തി. ഞാൻ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനൊരു ശിക്ഷ തലയിൽ വാങ്ങാൻ വയ്യ ഏട്ടത്തി. എന്റെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സന്ദീപ് പറഞ്ഞതനുസരിച്ച് ഏട്ടത്തിയ എന്റെ ആകെയുള്ളൊരു പ്രതീക്ഷ. അതും കൂടി നഷ്ടപ്പെടുമെന്ന് വന്നാ അനക്ക് ഈ ജീവിതം അവസാനിപ്പിക്കും. അല്ലാതെ എന്റെ ചേച്ചിയുടെ വാശിയുടെ മുന്നിൽ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. അനക്കെ ആദ്യം ഇത്തരം ചിന്തകള് നീ നിന്റെ മനസ്സിൽ നിന്ന് കളയേ. ആലോചന വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നിന്നെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടങ്ങ് പോവോ? അതും നിനക്ക് താല്പര്യമില്ലാതെ? അതെ, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു? അവന്തികേട്ടത്തി ഇങ്ങനൊരു പ്രപ്പോസൽ ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. രഹസ്യമായിട്ട് നടത്താനൊന്നും സാധിക്കില്ലല്ലോ. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞാ നീ അത് കേൾക്കൂ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നീ എനിക്ക് അറിയരുത്. കരഞ്ഞാ അതിനർത്ഥം നീ പരാജയപ്പെട്ടു എന്നാ. നിന്റെ കണ്ണീര് ഞങ്ങളെ കൂടി തളർത്തുള്ളൂ മോളെ. നീ എന്നോട് സഹായം ചോദിച്ചത് ഈ വിവാഹം ഞാൻ മുടക്കുമെന്ന് നിനക്ക് കുറച്ചെങ്കിലും ഉറപ്പുള്ളതുകൊണ്ടല്ലേ? എന്നാ ആ ഉറപ്പ് നീ അങ്ങനെ തന്നെ സൂക്ഷിക്കും. ഈ വിവാഹം നടക്കില്ല. മുൻപ് ഈ വാചകം പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട്, സന്ദീപിന്റെ കാര്യത്തിൽ. അപ്പോഴൊക്കെ നിനക്ക് തന്നെ അറിയാലോ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ആ ധൈര്യവും ചങ്കൂറ്റവും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല ഈ ഏടത്തിക്ക്. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ നടക്കില്ലെന്ന് തന്നെ അർത്ഥം. എന്നോട് പറഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നുള്ള നിന്റെ വിശ്വാസം ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം. സ്വന്തം അനിയത്തെ മനസ്സിലാക്കാത്ത നിന്റെ ചേച്ചി പറയുന്ന വാക്കല്ല ഇത്. നിന്നെ കൂടപ്പിറപ്പായിട്ട് കാണുന്ന അർച്ചനയെടുത്ത് പറയുന്ന വാക്കാ. നിനക്കത് വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.